പശുവിനെ കടത്തിയെന്ന പേരിൽ മാംസം ഭക്ഷിച്ചെന്ന പേരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം രാജ്യത്തുണ്ടായ ആക്രമണങ്ങൾ എളുപ്പത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ഒന്നല്ല. ഏറ്റവും കുറഞ്ഞത് 50ഓളം പേരെങ്കിലും പശുവിൻ്റെ പേരിൽ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ മാത്രം മരിച്ചു വീണിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൾക്കൂട്ടാക്രമണത്തിൻ്റെ ഇരകളായി ജീവിക്കുന്ന രക്തസാക്ഷികൾ 200-ലേറെ വരും. ആക്രമണങ്ങൾ ഏറെ നടന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ആക്രമണത്തിൻ്റെ പേരിൽ പ്രതികളായവരും ഏറെയും BJP പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല സംഘടനകളിൽ നിന്നുള്ളവരോ ആണ്. ബീഫിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ പേരിൽ മുതൽ ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് വരെ വിദ്വേഷം പരക്കുകയാണ് രാജ്യത്ത്. തങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പേരിൽ പ്രചാരണം നടത്തുന്ന സംഘപരിവാറിന് പക്ഷേ ബിസിനസ് മുന്നിൽ നിൽക്കുമ്പോൾ നിലപാട് മാറും. ബിസിനസ് താല്പര്യങ്ങൾക്ക് മുന്നിൽ വിശ്വാസങ്ങളെ അടിയറവ് പറയാൻ അവർ തയ്യാറാണ്, അല്ലെങ്കിൽ അവർക്ക് ചൂട്ടുകത്തിക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. 15 മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഹലാൽ ബീഫ് കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഹലാൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഹിന്ദുത്വവാദികൾ പ്രചാരണം നടത്തി വരികയും ബീഫിൻ്റെ പേരിൽ ആൾക്കൂട്ട മർദ്ദനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ അനുമതി പ്രകാരം ബഹ്റൈൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, മലേഷ്യ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ജോർദാൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിംഗപ്പൂർ, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഹലാൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഹലാൽ മാംസവും അതിൻ്റെ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള ചട്ടം സംബന്ധിച്ച് ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ ഇറക്കിയ വിജ്ഞാപനം 16 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഒരു വിഭാഗം വിദ്വേഷ പ്രചരണം നടത്തിവരുമ്പോഴും രാജ്യത്തെ ഹലാൽ വ്യവസായം വളരുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള മാംസോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം മാർച്ചിൽ കേന്ദ്ര സർക്കാർ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ 15 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കായി വിജ്ഞാപനം ഇറക്കിയത്. ഹലാൽ അഥവാ അനുവദനീയം എന്ന് സാക്ഷ്യപ്പെടുത്തിയ മാംസത്തിന് ഈ രാജ്യങ്ങളിലുള്ള കൂടിയ ആവശ്യമാണ് തീരുമാനത്തിൽ പിന്നിൽ എന്നാണ് വിവരം. മറുവശത്ത് ബീഫിൻ്റെ പേരുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഈ 2024-ലും തുടരുകയാണ്. ഓഗസ്റ്റിൽ മാത്രം നടന്ന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാജ്യത്ത് ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും മുസ്ലിങ്ങളും ദളിതരുമാണ്. ഈ വർഷം നടന്ന 2 മരണങ്ങളും ഉണ്ടായത് ഹരിയാനയിലാണ്. 12 വയസ്സുകാരൻ ആര്യൻ മിശ്രയും 26 വയസ്സുകാരൻ സാബിർ മാലിക്കുമാണ് ഏറ്റവും ഒടുവിലായി കൊല്ലപ്പെട്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.